ഹായ് എവറി വൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ഗ്രാമർ ക്ലാസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആഫ്റ്റർ ദിസ് സ്മോൾ ബ്രേക്ക്, ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഗ്രാമർ ജേണി. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്ന് ഓർമ്മയുണ്ടോ? യെസ്, വി ഹാവ് ബീൻ ഡിസ്കസിങ് അബൌട്ട് വേർബ്സ്. വെർബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പൊടി തട്ടിയെടുക്കാം. സോ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് കാണാം. എ വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ ആൻ ഇവൻറ്റ്. അതായത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ്, ഇതാണ് വെർബ് എന്ന വേർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഈ വെർബ്സ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഏതൊക്കെയാണ്? മെയിൻ വെർബ്സ് ആൻഡ് ഓക്സിലറി വെർബ്സ്. മെയിൻ വെർബ്സ് എന്ന് പറഞ്ഞാൽ ദേ ഷോസ് ദ ആക്ഷൻ ഓർ ആക്ടിവിറ്റി. അപ്പോൾ ഓക്സിലറി വെർബ്സോ? ഓക്സിലറി വെർബ്സ് ഗിവ്സ് മോർ മീനിങ് ടു ദ മെയിൻ വെർബ്. അതായത് ഈ ആക്ഷൻ നടക്കുന്ന ടെൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂറൽ ആണോ എന്നുള്ള ഇൻഫർമേഷൻ കൂടുതലും ഈ ഓക്സിലറി വെർബ്സ് തരുന്നത്. ഈ ഓക്സിലറി വെർബ്സിനെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ്സ് എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർബ്സ്. ഏതൊക്കെയായിരുന്നു? ആക്ഷൻ വെർബ്സ്, സ്റ്റേറ്റീവ് വെർബ്സ്, റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ്, ട്രാൻസിറ്റീവ് വെർബ്സ്, ഇൻട്രാൻസിറ്റീവ് വെർബ്സ്, ഫൈനൈറ്റ് വെർബ്സ്, നോൺ ഫൈനൈറ്റ് വെർബ്സ്, മോഡൽ വെർബ്സ്, phrasal verbs and linking verbs. We have already seen the first 2 types of verbs, action verbs and stative verbs. If you want more details, please check the description box below. Now we are going to see what are regular verbs and irregular verbs. Before that, we need to aware of different forms of the verb. ഈ ഇറഗുലർ വെർബ്സ് അല്ലെങ്കിൽ റെഗുലർ വെർബ്സ് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വെർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വെർബ്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു വെർബിന് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 3 ഫോംസ് ആണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൽ കൂടുതൽ ഫോംസ് ഒരു വെർബിനുണ്ട് എന്നുള്ളത്. വേണമെങ്കിൽ നമുക്ക് ടെൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എ വെർബ് ഹാസ് ബേസിക്കലി 3 ഫോംസ്. ഏതൊക്കെയായിരിക്കും അത്? പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, അല്ലെങ്കിൽ V1, V2, V3, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളിത് പറയാറുള്ളത്. പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഫസ്റ്റ് വേർഡ് ഡു. ഡുവിൻ്റെ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് ഡു തന്നെയാണ്. അതിൻ്റെ പാസ്റ്റ് ഫോം ഡിഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ. നെക്സ്റ്റ് വൺ വാക്ക്. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ഈറ്റ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. റൺ. റൺ, റാൻ, റൺ. ടീച്ച്. ടീച്ച്, ടോട്ട്, ടോട്ട്. ഗിവ്. ഗിവ്, ഗേവ്, ഗിവൺ. ടോക്ക്. ടോക്ക്, talked, talk. Cut, 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 cut. ഇങ്ങനെ നമ്മൾ ഏത് വെർബ് എടുത്താലും ഒരു വെർബിന് ബേസിക്കായിട്ട് 3 ഫോംസ് ഉണ്ടായിരിക്കും. ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബുക്കോ ന്യൂസ് പേപ്പറോ എടുത്തിട്ട് നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാവുന്ന വെർബ്സ് എഴുതുക. എന്നിട്ട് അതിൻ്റെ 3 ഫോംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ഇന്നത്തെ എക്സസൈസ്. സോ ദാറ്റ്സ് ദ റാപ്പ്. If you think this video is informative, please give a thumbs up. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.